ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ അതേ ശങ്കർ നേരെ താഴേക്ക് ഇറങ്ങി ചെന്നിരിക്കുകയാണ്. അപ്പോൾ ബാർല ജീവനക്കാരനും ആ ഫൈഫുമായിട്ടുള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ. അപ്പം അവന് പറ്റില്ല, എനിക്ക് അവളെ തീർക്കാൻ പറ്റില്ല എന്ന് ഹസ്ബൻഡ് പറഞ്ഞതനുസരിച്ച് ശങ്കർ വേഗം തന്നെ ആ ഗണ്ണ് വാങ്ങിച്ച് നേരെ അവൾക്ക് ചൂണ്ടി നേരെ നിൽക്കുകയാണിങ്ങനെ. അവിടെ ആ ശങ്കര, നീ ആവശ്യമില്ലാത്ത പണി കാണിക്കരുത് കേട്ടോ, നീ എന്തിനാ എല്ലാ പുലിവാലും പിടിച്ച് തലയിൽ വെക്കണത് എന്ന് ചോദിച്ചു ശേഖരൻ. അപ്പോൾ ഗൗരി ഇതെല്ലാം കണ്ടോണ്ട് നിൽക്കുക കേട്ടോ. സ്വന്തം കെട്ടുവിനെ നൈസായിട്ട് തേച്ച് ഇവളുണ്ടല്ലോ, ഇവളൊന്നും ജീവിച്ചിരിക്കാൻ അർഹതയില്ലാത്തവളാ എന്ന് പറഞ്ഞു. അതെ, ഇവളിവിടുന്ന് പോട്ടെ പരലോകത്തേക്ക്. അപ്പോഴാണ് നമ്മുടെ മഹാദേവൻ അങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ മഹാദേവൻ ഇത് കണ്ടോണ്ടാണ് വരുന്ന, ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട്, ആഹാ ഇത് കൊള്ളാലോ പരിപാടി. അല്ല, എൻ്റെ മോൻ കുട്ടിശങ്കരൻ കോടതിയിലൊക്കെ കയറി ഇറങ്ങി ഇപ്പം ജഡ്ജിയായോ, അത് കൊള്ളാലോടാ മോനെ എന്ന് പറഞ്ഞു മഹാദേവൻ. എന്നിട്ട് ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് താടാ എന്ന് പറഞ്ഞ പെട്ടെന്ന് തന്നെ ആ തോക്ക് വാങ്ങി നേരെ ശേഖരൻ്റെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, എന്തുട്ടാ നിൻ്റെ തീരുമാനം എന്ന് ചോദിച്ചോ. മഹാദേവ സാറേ, എനിക്ക് ഇയാളെ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇവനിങ്ങനെ മിണ്ടാതെ നിൽക്കുക. നിൻ്റെ ഭാര്യയ്ക്ക് നിന്നെ വേണ്ടാന്നാ പറയണത്, അപ്പോൾ പിന്നെ നീ എന്തിട്ടാടാ ചെയ്യേണ്ടത്? ഞാൻ എന്തുട്ടാ സാറേ പറയുക, ഇവളുടെ ഇഷ്ടം അനുസരിച്ചാണ് ഞാൻ ഇവളെ വിവാഹം ചെയ്തത്. പക്ഷേങ്കിൽ ഇവക്കിപ്പോൾ എന്നെ വേണ്ടാന്നല്ലേ പറയുന്നത്, എനിക്കൊന്നും പറയാനില്ല സാറേ എന്ന് പറഞ്ഞ് ഇവനാകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഇവളുടെ ഇഷ്ടമോ എന്ന് ചോദിച്ചു ശങ്കർ. ശങ്കറിന് കലി പൂത്ത് നിൽക്കുക. ഇവളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നോ? നീ എന്താടാ പറയണത്? നോങ്ങനെ ഉണ്ടോടാ ശവി നിനക്ക് എന്ന് ചോദിച്ചു. പോയി തൂങ്ങിച്ചത്തോടെ നിനക്ക്, നീക്ക് എന്തിനു ജീവിക്കുക അമ്പീസ് കിടാവേ എന്ന് പറഞ്ഞ് അവൻ്റെ കുത്തിന് പിടിക്കുകയാണ്. അപ്പത്തേനും വേഗം തന്നെ അച്ഛൻ കയറി ഇടപെട്ടു. മാറി നിൽക്കാനല്ലേ പറഞ്ഞത്? ശങ്കരേ, നിന്നോടല്ലേ പറഞ്ഞത് മാറി നിൽക്കാൻ? ഇഷ്ടമാണ് കേട്ടോ നിൻ്റെയൊക്കെ കാര്യം. നിന്നെ ചതിച്ച നിൻ്റെ ഭാര്യയല്ലേ സുഖമായിട്ട് വല്ലവൻ്റെയും കൂടെ ജീവിക്കാൻ വിടുക അല്ലേ? എന്നിട്ട് നീ അനുശോചനം രേഖപ്പെടുത്തി നീ അങ്ങ് ജീവിച്ചോ. ഇവളെ അങ്ങോട്ടേക്ക് കൊന്നു കളയാനായിട്ട് ആമ്പിയറില്ലെങ്കിൽ ആണെന്ന് പറഞ്ഞ് ജീവിക്കണത് എന്തിനാടാ നീ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവനിങ്ങനെ നിൽക്കുക. നിനക്ക് പോയി ചാവ്, അതാ നിനക്ക് പറഞ്ഞിട്ടുള്ള പണി എന്ന് പറഞ്ഞ് ശങ്കർ ആകെ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോയി കേട്ടോ. അപ്പോൾ മഹാദേവനും ശേഖരനോട് ഇതൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശങ്കർ നേരെ റൂമിലേക്ക് കയറി വന്നു. റൂമിലേക്ക് കയറി വന്നപ്പോഴത്തേനും ഗൗരി ശങ്കർ എന്ന് വിളിച്ച്, ആഹാ നീ അപ്പോൾ താഴത്തെ മേളമൊക്കെ കണ്ടു? അവനൊക്കെ വാഷ് ഔട്ട്. ഓ ഷാവി, എന്തിന് കൊള്ളാം അവനെ എന്ന് ചോദിച്ചോ. അല്ല, ഒന്നും ആലോചിക്കാതെ പോലും ചെയ്യാതെ ആ സ്ത്രീയെ കൊന്നുകളയാനായിട്ട് എന്തിനാ ശങ്കർ അയാളോട് പറഞ്ഞത്? ഇത്രയും വലിയ കാര്യം ഇങ്ങനെ എടുത്താടി തീരുമാനിക്കേണ്ടതാണോ? എൻ്റെ പൊന്നോ, എത്ര ആലോചിച്ചാലും എൻ്റെ തീരുമാനം ഇത് തന്നെയാണ്. പെണ്ണുങ്ങളുണ്ടല്ലോ, അവരുടെ ഇഷ്ടത്തിന് നടക്കാൻ പാടില്ല. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റണില്ല. എൻ്റെ രക്തം അങ്ങോട്ടേക്ക് തിളച്ച് വന്നതാ. അച്ഛൻ വന്നില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ ചിലപ്പോൾ അവളെ കൊന്നു കളഞ്ഞേനെ എന്ന് പറഞ്ഞു. ഇതുപോലത്തെ ഐറ്റംസ് ഒന്നും ഭൂമി ലോകത്ത് ഉണ്ടാവാൻ പാടില്ല. ഓ, ഓർക്കുമ്പോൾ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റണില്ല. സ്നേഹമാണെങ്കിലും എന്താണെങ്കിലും അത് മനസ്സുകൊണ്ട് വേണം. ഇത് നിന്നോടുകൂടി ആകട്ടെ ഗൗരിയെ ഞാൻ പറയണത്. നിന്നെ ഞാൻ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ നീ അനുസരിക്കാറുണ്ടോ എന്നെ? ഉണ്ടോ ഗൗരിയെ എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗരി മിണ്ടുന്നില്ല. പെണ്ണുങ്ങളുണ്ടോ അനുസരണയുള്ളവരായിരിക്കണം. ശങ്കർ എത്രത്തോളം ടോക്സിക് ആണെന്ന് ശങ്കറിന് അറിയോ? ടോക്സിക്കോ? ആര്? ഗൗരി, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ സത്യം പറ. നമ്മളെ ജീവിതമെല്ലാം സ്നേഹിക്കുന്ന നമ്മുടെ സ്വന്തം ഭാര്യ നമ്മളെ ചതിച്ചു എന്ന് നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയാൽ ഒരു നിമിഷം അവൾക്ക് ജീവിച്ചിരിക്കാൻ പിന്നീട് അർഹതയേ ഇല്ല എന്ന് പറഞ്ഞു ശങ്കർ. അവളെ അങ്ങ് തീർത്ത് കളഞ്ഞേക്കണം. പിന്നെ എന്തിനാ അവളെ ഈ ഭൂലോകത്ത്? അതാട്ടോ. പിന്നെ നീ എന്താണെങ്കിലും ഉറക്കൊള്ളേണ്ട, രാവിലെ തിരുവനന്തപുരത്ത് പോകേണ്ടതല്ലേ? ഓരോരോ പുലിവാല് വന്നോളും മനുഷ്യരെ ഭ്രാന്തിളക്കാനായിട്ട്. നീ കിടക്ക് എന്ന് പറഞ്ഞിട്ട് ശങ്കർ അങ്ങ് പോയി. അപ്പോൾ വേഗം തന്നെ നമ്മുടെ ശ്യാം സാറ് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മുടെ ഗൗരിക്ക് മനസ്സിലേക്ക് ഓടി വന്നത്. ഇനി ശങ്കറിനോട് പറഞ്ഞാൽ ശങ്കറിൻ്റെ പ്രതികരണം എന്തായിരിക്കും? ശങ്കർ ഈ കാര്യത്തിന് വരെ ഇങ്ങനെ പ്രതികരിക്കുന്നയാൾ ഗൗരിയുടെ കാര്യം അറിഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണശേഷി? അപ്പോൾ ഇതൊക്കെ ഓർത്തപ്പോഴത്തേനും ആകെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഗൗരി നിൽക്കുന്ന സമയത്ത്, അതെ മോളെ, നമുക്ക് എല്ലാ സമയത്തും സത്യസന്ധത പുലർത്താൻ കഴിയില്ല. ചില സമയങ്ങളിൽ സത്യത്തെക്കാൾ നല്ലത് കള്ളം തന്നെയാണ്. ധ്രുവൻ്റെ കാര്യത്തിൽ
ദേ നീ ഒരു ദിവസം മുഴുവൻ അവൻ്റെ കൂടെ താമസിച്ചെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അപ്പോൾ നന്ദിനിയമ്മയും ഇല്ല മോളെ, ആ ധ്രുവൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും നിനക്കൊന്നും സംഭവിച്ചില്ല എന്നും ആ ശങ്കർ എന്നല്ല ഒരാളും വിശ്വസിക്കില്ല മോളെ എന്ന് നന്ദിനിയമ്മയും പറഞ്ഞ കാര്യം ഓർമ്മ വരികയാണ്. ഇങ്ങനൊരു മനുഷ്യനോട് ഞാൻ എങ്ങനെയാണ് ധ്രുവൻ്റെ കാര്യം പറയുക? എൻ്റെ ഈശ്വര, എനിക്കറിയില്ല. പിന്നെ കാണുന്നത് പിറ്റേ ദിവസം നമ്മൾ കോടതിയിലാണ്. അപ്പോൾ ശ്യാം സാറിനെ ജയിലിൽ നിന്ന് കൊണ്ടുവരുന്നതും കാത്ത് ഇങ്ങനെ വാതിക്കെ തന്നെ നിൽക്കുകയാണ്. മുത്തശ്ശിയും വേണിയും ആദർശും നന്ദിനിയമ്മയും ഒക്കെ ഉണ്ട് കേട്ടോ, ആരതിയുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും നോക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ ശ്യാം സാറിനെ അങ്ങോട്ടേക്ക് വരുന്നത്. നമ്മുടെ ശ്യാം സാറിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേനും വേഗം മോനെ കണ്ടപ്പോഴത്തേനും അമ്മയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ മുത്തശ്ശി ഓടി ചെന്നിട്ട് മോനെ എന്ന് വിളിച്ചുകൊണ്ട് കെട്ടിപ്പിടിക്കുക കേട്ടോ. അപ്പോൾ ഇവർ പുറകെ ചെന്നു. മക്കളെ കണ്ടോ, ഒരു തെറ്റും ചെയ്യാത്ത ആരും ദ്രോഹിക്കാത്ത എൻ്റെ മോന് ഈ അവസ്ഥ വന്നല്ലോ, ഞാനിത് എങ്ങനെ സഹിക്കും? ഇതെനിക്ക് എങ്ങനെ കണ്ട് സഹിക്കാൻ പറ്റും? എനിക്ക് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല മോനെ, അമ്മേ എന്ന് വിളിച്ചു. എന്നിട്ട് അമ്മ നെഞ്ചടിച്ച് കരഞ്ഞുകൊണ്ട് അപ്പുറത്തേക്ക് പോയി കേട്ടോ. അപ്പോൾ വേണിയും ആ പുറകിനങ്ങ് ചെല്ലുകയാണ് കേട്ടോ. മുത്തശ്ശിയുടെ സങ്കടം കണ്ടുകൊണ്ട് മുത്തശ്ശി കരയല്ലേ മുത്തശ്ശിയെ എന്ന് പറഞ്ഞു. അപ്പോൾ വേണി വേഗം തന്നെ അതെ കരയല്ലേ, സമാധാനമായിട്ടിരിക്കുക മുത്തശ്ശി, കരയല്ലേ എന്ന് പറഞ്ഞ് വേണി ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. സമയത്താണ് നമ്മുടെ ഗൗരി ശങ്കറോട് വരുന്നത്. അച്ഛാ എന്ന് വിളിച്ചോണ്ട്. അപ്പോൾ ഗൗരിയും ആ സ്ഥിതിയിൽ അച്ഛനെ കണ്ടപ്പോഴത്തേനും ഗൗരിയുടെ മനസ്സും ആകെ തകർന്നു പോയി കേട്ടോ. ശംസാറിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയി. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേനും ആകെ ശങ്കറിന് സങ്കടമായി. പാവ ശംസാർ. അതെ ഗൗരിയെ സമാധാനിപ്പിക്കാൻ പറഞ്ഞല്ലോ കേട്ടോ, സത്യവും നീതിയും ഒക്കെയുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സത്യവും നീതിയും ധർമ്മവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യരോടൊപ്പം എന്താണെങ്കിലും വടക്കുനാഥനുണ്ടാവും, സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്കൊരാശ്വാസം എന്ന നിലയിൽ ശങ്കർ ഇങ്ങനെ പറഞ്ഞ ശങ്കറും ഇങ്ങനെ കൂടെ നിൽക്കുകയാണ് കട്ട സപ്പോർട്ടായിട്ട്. അപ്പോൾ കോടതിയിൽ വേണ്ട ആ വാദം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കേസ് നമ്പർ വിളിച്ചു. അപ്പോൾ ഒന്നാം പ്രതി ശ്യാം സാർ എന്ന് വിളിച്ചപ്പോഴത്തേനും ശ്യാം സാർ പതുക്കെ വേണ്ട ജഡ്ജിൻ്റെ അടുത്ത് കൂട്ടിലേക്ക് കയറി വരികയാണ്. പ്രതിഭാഗവും വാദിഭാഗവും ഒക്കെ എന്താ പറയുക എല്ലാവരും തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും വെയിറ്റ് ചെയ്യാണ്, ശ്യാം സാറിന് എങ്ങനെയെങ്കിലും ജാമ്യം കിട്ടിയാൽ മതി എന്നോർത്തിട്ട് എല്ലാവരും വന്നിങ്ങനെ അക്ഷമയോട് കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേണ്ട ധർമ്മൻ എണീറ്റു. അപ്പോൾ പ്രതിഭാഗം വക്കീലാണ്, മൈലോഡ് ഈ കേസിലെ പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് പ്രതിയുടെ മകൾ ഗൗരി ധ്രുവനെതിരെ കൊടുത്ത ആ പോലീസ് കേസാണ്. അതെന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല യുവർ ഓണർ, ആ പെൺകുട്ടി കൊടുത്ത പോലീസ് കേസിൻ്റെ അടിസ്ഥാനത്തിൽ ധ്രുവനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആ കേസിൽ ധ്രുവൻ ജാമ്യത്തിലിറങ്ങിയ അതേ ദിവസം തന്നെയാണ് ധ്രുവൻ്റെ മരണവും സംഭവിച്ചിരിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തൊട്ടടുത്ത ദിവസം പ്രതി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയും അയാളാണ് ധ്രുവനെ കൊന്നതെന്ന് കൺഫസ് ചെയ്യുകയും ചെയ്തിരുന്നു. അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യുവർ ഓണർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ക്ഷമയോടെ നിൽക്കുക കേട്ടോ. അതെ, പക്ഷേ എൻ്റെ സുഹൃത്ത് ഹർഷൻ പറയുന്നത് ധ്രുവൻ തനിയെ താഴേക്ക് വീണു മരിച്ചു എന്നാണ്. പ്രതിയായ ശ്യാമപ്രസാദ് നിരപരാധി എന്നുമാണ്. പിന്നെ കൺഫസ് ചെയ്യാനുള്ള സാഹചര്യം തൻ്റെ കൺമുന്നിൽ ഒരു മനുഷ്യജീവൻ പൊലിഞ്ഞു പോയതിൽ പ്രതി അനുഭവിച്ച മാനസിക സംഘർഷം അത് കാരണമാണ് കൺഫസ് ചെയ്തതെന്നാണ് ഇദ്ദേഹം വാദിക്കുന്നത്. മൈലോഡ്, ഒരു കൊലപാതകം ചെയ്തിട്ട് സൈക്കോയെ കൂട്ടുപിടിച്ച് എത്രയോ വിദഗ്ധമായിട്ടാണ് എൻ്റെ സുഹൃത്ത് ഈ കൊലപാതകത്തെ ന്യായീകരിക്കുന്നതെന്ന് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് യുവർ ഓണർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ കേട്ടിട്ട് അതിശയത്തോടെ നിൽക്കുകയാണ്, ഇയാൾ എന്താ ഇങ്ങനെയൊക്കെ പറയണത് എന്ന്. മിസ്റ്റർ ശ്യാമപ്രസാദ്, അന്ന് രാത്രിയിൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ ശ്യാം സാർ ഇങ്ങനെ വളരെ എന്താ പറയുക വളരെ നെർവസ് ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിൽ താൻ ചെയ്തു പോയത് ഒരു തെറ്റുമാണ്, എന്താ ഉണ്ടായത് എന്ന് വക്കീൽ ഇങ്ങനെ ആണായിട്ട് ഇങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ധ്രുവൻ കാല് വഴുതി പാറക്കെട്ടിലേക്ക് വീഴുകയായിരുന്നു എന്ന് പറഞ്ഞു. രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഹോക്കി സ്റ്റിക്ക് ഇട്ട് കൊടുത്തു, പക്ഷേ അതുകൊണ്ട് വലിയ പ്രയോജനങ്ങളൊന്നും ഉണ്ടായില്ല. അത് എനിക്ക് കാൽ വഴുതിപ്പോയി, അല്ലെങ്കിൽ ധ്രുവൻ അങ്ങനെ പാറക്കെട്ടിലേക്ക് അഗാധമായ താഴത്തിലേക്ക് വീഴുകയും ചെയ്തു. പഠിപ്പിച്ച കാര്യങ്ങൾ നല്ല കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇങ്ങനെ ധർമ്മൻ പറഞ്ഞപ്പോഴത്തേനും നേരെ ഹർഷൻ എഴുന്നേറ്റിട്ട് ഒബ്ജക്ഷൻ യുവർ ഓണർ, എൻ്റെ കക്ഷി വിശദീകരിച്ചത് അന്ന് നടന്ന യഥാർത്ഥ സംഭവങ്ങളുടെ ഒരു ദൃക്സാക്ഷി വിവരണം തന്നെയാണ്. യഥാർത്ഥ സംഭവങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പ്രതി വിശദീകരിച്ചത്. അത് നമുക്ക് സിമ്പിളായിട്ട് തെളിയിക്കാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ ഹർഷൻ എന്ന് ചോദിച്ചു. ഓക്കെ, ഓവർ റൂൾഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഹർഷൻ അവിടെ പോയി വീണ്ടും അവിടെ ഇരുന്നു. അപ്പോൾ ഹർഷന് പറയാൻ അവസരമില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും വക്കീൽ ചോദിച്ചു,
നിങ്ങൾ ഇപ്പം ഈ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അതെന്താണെന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ശ്യാം സാർ ഇങ്ങനെ നോക്കുക, നിങ്ങൾ പോലീസിന് കൊടുത്ത മൊഴി ഇങ്ങനെയായിരുന്നില്ല, എന്താ ശരിയല്ലേ? ധ്രുവനെ കൊന്നത് നിങ്ങൾ തന്നെയാണ് എന്നാണ് പോലീസിന് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത് പോലീസ് വന്നതോ പറയിപ്പിച്ചതോ ഒന്നുമല്ല. ധ്രുവൻ മരിച്ചതിന് പിറ്റേ ദിവസം രാവിലെ പ്രതി ശ്യാമപ്രസാദ് തൻ്റെ കൺഫഷൻ സ്വന്തമായി രേഖപ്പെടുത്തുകയും ചെയ്തു. തെളിയിക്കുന്നതിനുള്ള പോലീസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് റിപ്പോർട്ട് നേരെ കോടതി മുമ്പാകെ സമർപ്പിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞു കൊന്നത് നിങ്ങളാണെന്ന്. ഇപ്പം നിങ്ങൾ പറയുന്നു ധ്രുവനെ നിങ്ങൾ രക്ഷിക്കാനാണ് ശ്രമിച്ചതെന്ന്. ഇതിലേതാണ് കോടതി വിശ്വസിക്കേണ്ടത്? ഒന്ന് പറഞ്ഞാലും. ഒബ്ജക്ഷൻ യുവർ ഓണർ. ധ്രുവനെ എൻ്റെ കക്ഷി കൊന്നു എന്നതിന് യാതൊരു തെളിവുമില്ല യുവർ ഓണർ. അതിന് എന്താ പറയുക, ഒരു ദൃക്സാക്ഷികളോ ഒന്നുമില്ല. ഇത് കൊലപാതകമാക്കി മാറ്റാനായിട്ടാണ് DP ശ്രമിക്കുന്നത്. എൻ്റെ കക്ഷി ശ്യാമപ്രസാദിനെ നമ്മുടെ ധ്രുവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതിനർത്ഥം അദ്ദേഹം ധ്രുവനെ കൊന്നു എന്നല്ലല്ലോ യുവർ ഓണർ. അതാദ്യം മനസ്സിലാക്കേണ്ടതല്ലേ? ഒബ്ജക്ഷൻ ഓവർ റൂൾ, യു പ്രൊസീഡ് എന്ന് പറഞ്ഞ ധർമ്മനോട്. അപ്പം താങ്ക് യു ശ്യാമപ്രസാദ്. നിങ്ങൾ ധ്രുവനെ എങ്ങനെയാണ് പാറക്കെട്ടിലേക്ക് തള്ളിയിട്ടത്? ഒന്ന് വിശദീകരിക്കുമോ? അപ്പം ശ്യാം സാറ് ഒന്ന് ചിരിച്ചിട്ട്, ധ്രുവൻ കാൽ വഴുതി പാറക്കെട്ടിലേക്ക് താഴേക്ക് വീഴുകയായിരുന്നു. അന്ന് നല്ല മഴയുണ്ടായിരുന്നു. നിങ്ങളുടെ ഒരു കൈക്ക് സ്വാധീനക്കുറവുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ, എന്താ ശരിയാണോ? അതെ എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ വാഹനം ഓടിക്കാറില്ലേ? കാർ ഓടിക്കാറുണ്ടോ? ഉണ്ട്, കാർ ഓടിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതിനർത്ഥം നിങ്ങളുടെ ഒരു കൈക്ക് പകരം മറ്റേ കയ്യും പ്രവർത്തിക്കുന്നു എന്നല്ലേ? ആ കൈയേക്കാൾ കൂടുതൽ സ്വാധീനം ഈ കൈക്കുണ്ടെന്നല്ലേ? അപ്പോൾ യുവർ ഓണർ, ഒരു കൈക്ക് സ്വാധീനക്കുറവുള്ള എൻ്റെ കക്ഷിയെ DP ഇൻസൾട്ട് ചെയ്യാണ്. യുവർ ഓണർ, ഞാനൊരു കോംപ്ലിമെൻ്റാണ് ഉദ്ദേശിച്ചത്. ഒബ്ജക്ഷൻ ഓവർ റോൾ എന്ന് പറഞ്ഞു. ഹർഷൻ വീണ്ടും അവിടെ പോയിരുന്നു. അപ്പോൾ ഹർഷൻ ആകെ പെട്ടിരിക്കുകയാണ് കേട്ടോ. കം ബാക്ക് ടു മെയിൻ പോയിന്റ് ധർമ്മൻ എന്ന് പറഞ്ഞു. ഓക്കെ യുവർ ഓണർ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രോസിക്യൂഷൻ വീണ്ടും വാദിക്കാൻ തുടങ്ങി. മിസ്റ്റർ ശ്യാമപ്രസാദ്, ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തായാലും ഒരു കഥയുണ്ടാക്കി. അപ്പോൾ പിന്നെ കുറച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു കഥ ഉണ്ടാക്കാൻ പാടില്ലായിരുന്നോ നിങ്ങൾക്ക്? നിങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു പ്രൊഫസറല്ലേ എന്ന് ചോദിച്ചു. കുറച്ചുകൂടി ക്രിയേറ്റിവിറ്റിയൊക്കെ ഉപയോഗിക്കാമായിരുന്നു. എന്തേ നിങ്ങൾക്കതിന് കഴിഞ്ഞില്ല? എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു ശ്യാം സാറ്. അല്ല സാർ എന്താ ഉദ്ദേശിച്ചത്? യുവർ ഓണർ, ധ്രുവൻ്റെ മരണം സംഭവിച്ചത് എങ്ങനെയാണെന്ന് ശ്യാമപ്രസാദ് ഇപ്പോൾ വിശദീകരിക്കുകയുണ്ടായി. പക്ഷേ എങ്കിൽ അത് സത്യസന്ധമായൊരു കാര്യമല്ല, ഒട്ടും തൃപ്തികരമായിട്ടുള്ള അല്ല എന്നതുകൊണ്ട് തന്നെ പലതും മറച്ചു വെച്ച് ഒരു പുതിയ കഥ മെനഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് യുവർ ഓണർ ചെയ്തിരിക്കുന്നത്. ഇതിൽ സത്യത്തിൻ്റെ ഒരു കണിക പോലും ബാക്കിയില്ല. മിസ്റ്റർ ശ്യാമപ്രസാദ്, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ധ്രുവനെ രക്ഷിക്കാനായി ഹോക്കി സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. ആ ഹോക്കി സ്റ്റിക്കിൽ പിടിച്ച് ധ്രുവൻ കയറാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ കൈയുടെ ബലക്കുറവ് മൂലം ആ ഹോക്കി സ്റ്റിക്ക് കയ്യിൽ നിന്ന് തെന്നിപ്പോയി. അതോടെ ധ്രുവൻ താഴേക്ക് പതിച്ചു. പക്ഷേ എങ്കിൽ ഒരു പ്രശ്നമുണ്ട് ശ്യാം സാർ. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൈക്ക് 2 കൈകളേക്കാൾ ബലമുണ്ട് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ആ സ്ഥിതിക്ക് ഈ കൈ കൊണ്ട് അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ കാര്യം എങ്ങനെയാണ് കോടതി വിശ്വാസയോഗ്യമായിട്ട് ഏറ്റെടുക്കാൻ പറ്റുക എന്ന് ചോദിച്ചു. അപ്പോഴും ശ്യാം സാറും മിണ്ടുന്നില്ല. നിങ്ങൾക്ക് ധ്രുവനെ സഹായിക്കാൻ തീർച്ചയായിട്ടും കഴിയുമായിരുന്നോ? അതിനല്ല നിങ്ങൾ ശ്രമിച്ചത്. പകരം ധ്രുവനെ സഹായിക്കാൻ വേണ്ടിയല്ല ഹോക്കി സ്റ്റിക്ക് അവന് നേരെ നീട്ടിയത്. പകരം അവനെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഉറപ്പിച്ച് പറയുക, നിങ്ങൾ ആ ഹോക്കി സ്റ്റിക്ക് ഉപയോഗിച്ച് ധ്രുവനെ പാറക്കെട്ടിൽ നിന്ന് താഴേക്ക് തള്ളിയിടുകയായിരുന്നു. അപ്പോൾ ശ്യാം സാർ ഞെട്ടിത്തരിച്ചു പോയി കേട്ടോ. ഇയാൾ എന്താ പറയണതെന്ന് അറിയാതെ. അന്ന് രാത്രി അതാ സംഭവിച്ചത്, അതാണ് സത്യം. നിങ്ങൾക്കിത് നിഷേധിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ കൊന്നിട്ടില്ല. ഞാൻ അവനെ രക്ഷിക്കാനായിട്ട് മാത്രമാണ് ശ്രമിച്ചത്. ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. എനിക്ക് എന്താ പറയുക, ഞാൻ കാരണം ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളൊരു കുറ്റബോധം കാരണമാണ് ഞാൻ ആ കോടതിയിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞത്. നിങ്ങൾ നല്ല വിദ്യാഭ്യാസമുള്ള ആളല്ലേ, ബുദ്ധിയുള്ള ആളല്ലേ. പക്ഷേ ആ ബുദ്ധി ഉപയോഗിച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. അപ്പോഴും മിണ്ടാതെങ്കിലാണ്. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല യുവർ ഓണർ. ധ്രുവനെ കൊല്ലാൻ തീരുമാനിച്ച ശ്യാമപ്രസാദിന് അതിന് വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നതാ സത്യം. ആ പ്ലാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ പ്രതി പുറപ്പെടുവിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ യുവർ ഓണർ എന്ന് പറഞ്ഞു ഹർഷൻ. അപ്പം ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ ധർമ്മൻ. ഓവർ റൂൾഡ്, ലെറ്റ് ഹിം കംപ്ലീറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഹർഷൻ അവിടെ ഇരുന്നു. വീണ്ടും ഇദ്ദേഹം പറയുകയാണ്, ധ്രുവനെ കൊല്ലാൻ ശേഷം നിങ്ങൾ പോലീസിൽ കീഴടങ്ങി. ഒരു കാര്യം ശ്രദ്ധിക്കണം,
ധ്രുവൻ്റെ കാര്യം അല്ലെങ്കിൽ ധ്രുവൻ്റെ പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല. പിന്നെ മരിച്ചത് ധ്രുവൻ തന്നെയാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ടുമില്ല. അതിനൊക്കെ എന്താ പറയുക, അതിനൊക്കെ ഒത്തിരി മുൻപാണ് ശ്യാമപ്രസാദ് കൺഫസ് ചെയ്യുന്നത്. വളരെ സത്യസന്ധമായി, എന്താ പറയുക, വളരെ ന്യായമായിട്ട് ഒരു പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു പ്രതി കുറ്റസമ്മതം നടത്തുന്നത് പോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കൺഫെഷൻ വന്നത്. അപ്പോൾ പിന്നെ ന്യായമായും ഇദ്ദേഹം തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ കോടതിയിൽ എല്ലാ കാര്യങ്ങളും പിന്നീട് എന്താ സംഭവിച്ചത്? എല്ലാ കാര്യങ്ങളും മാറി മറിഞ്ഞു. അതേ ശ്യാമപ്രസാദ് തന്നെ അതേ കോടതിയിൽ പറയുന്നു, ഞാൻ ധ്രുവനെ കൊന്നിട്ടില്ല, മറിച്ച് പ്രതി രക്ഷിക്കാനാണ് ശ്രമിച്ചതെന്ന്. പ്രതി എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. തൻ്റെ മാനസിക സമ്മർദ്ദ നിമിത്തമാണ് അങ്ങനെ മൊഴി കൊടുത്തു പോയെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇദ്ദേഹം സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനെന്നാണ് പ്രതിയായ ശ്യാമപ്രസാദ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യുവർ ഓണർ, സത്യം ഇവിടെ പകൽ പോലെ വ്യക്തമാണ്. പ്രൊഫസർ ശ്യാമപ്രസാദ് ഒരിക്കലും ഈ ധ്രുവനെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ല. പകരം ഇയാൾ പാറക്കെട്ടിൽ നിന്ന് അദ്ദേഹത്തിനെ തള്ളിയിട്ട് കൊലപ്പെടുത്തുകയും കൂടിയാണ് ചെയ്തത്. മൈലോൺ, ഇതാണ് യഥാർത്ഥത്തിൽ അന്ന് രാത്രി സംഭവിച്ചത്. ഇതൊക്കെ മാറ്റിവെച്ചാലും വേറൊരു ചോദ്യം അവശേഷിക്കുന്നു. മൈലോൺ, സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത് ശ്യാമപ്രസാദ് ഈ കൊലപാതകം ചെയ്തു എന്ന് തന്നെയാണ്. സുഹൃത്തുക്കളുടെ മൊഴി പരിശോധിച്ചാൽ കോടതിക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്യും. പോലീസിന് നൽകിയ മൊഴിയിൽ ഇവർ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് യുവർ ഓണർ, അത് ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. ശ്യാമപ്രസാദിനെ കാണാൻ ധ്രുവൻ തയ്യാറായിരുന്നില്ല. അന്ന് രാത്രിയിൽ തന്നെ കണ്ടേ പറ്റൂ എന്ന് ഈ ശ്യാമപ്രസാദ് അദ്ദേഹത്തെ നിർബന്ധിച്ച് വിളിക്കുകയായിരുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് മാത്രമാണ് ധ്രുവൻ ശ്യാമപ്രസാദിനെ കാണാൻ തീരുമാനിച്ചത്. ഇനിയിപ്പോൾ ഇദ്ദേഹത്തിന് വേറൊന്നും ഇല്ലായിരുന്നു എങ്കിൽ ശ്യാമപ്രസാദ് എന്തിനാണ് അദ്ദേഹത്തെ കാണാൻ തീരുമാനിച്ചത്? അത് ഇതുവരെയും മനസ്സിലായിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോഴത്തേനും ഗൗരിയും അതുപോലെ തന്നെ ബാക്കി എല്ലാവരും ഒന്ന് ഞെട്ടി, ഇനി സത്യം പുറത്തു വരുമോ എന്ന്. തൊട്ടടുത്ത ദിവസം പകൽ സമയത്ത് മറ്റെവിടെയെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് കാണാമായിരുന്നല്ലോ, അതിനെന്താ കുഴപ്പം? അതിനർത്ഥം പ്രതി എത്രയും പെട്ടെന്ന് തന്നെ നേരത്തെ എല്ലാം തന്നെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. അതാണ് യുവർ ഓണർ. ഇനി അങ്ങനെ അല്ല സംഭവിച്ചത് എങ്കിൽ അത് തെളിയിക്കുന്നതിനുള്ള സാക്ഷികൾ ഇവിടെ വേണം. ഉണ്ടോ? ഈ പ്രതിഭാഗം എന്താ പറയുക, ഡിഫൻസിന് അങ്ങനെ എന്തെങ്കിലും സാക്ഷിയെ ഹാജരാക്കാനുണ്ടോ? ഇല്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പെട്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.